നമ്മളെല്ലാരും കൂടെ ചുമ്മാ ടർഫിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ടർഫിൽ ലൈറ്റ് ഒന്നുമില്ല. അങ്ങനെ അജയ് ചേട്ടൻ കയറി സ്വിച്ച് ഒക്കെ കണ്ടുപിടിച്ച് ലൈറ്റ് ഇട്ടു. ക്രിക്കറ്റ് കളിക്കാനാണ് വന്നതെങ്കിലും ഞാൻ ഫുട്ബോൾ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടി ഒന്ന് ടർഫിനകത്ത് കയറ്റിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു 10-15 മിനിറ്റ് വന്നവരെല്ലാം കൂടെ ഫുട്ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടൊക്കെയായിരുന്നു പണി. ഒരു 4-5 പേരും കൂടെ വരാനുണ്ടായിരുന്നു. അതിലിപ്പോ 2 പേര് എത്തിയിട്ടുണ്ട്. ബാക്കി ഇനി വരാനുള്ളവരെ വിളിച്ച് അഭയ് ചേട്ടൻ ദേഷ്യപ്പെടുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ നന്ദു ചേട്ടൻ എന്തൊക്കെയോ എരിയേറ്റി വിടുന്നുണ്ട്. വരാനുള്ളവർ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റമ്പൊക്കെ വെച്ച് കളിക്കാൻ തയ്യാറായി നിന്നു. വരാനുള്ള 4 പേരിൽ 2 പേര് വന്നതുകൊണ്ട് നമ്മൾ ടീം തിരിച്ച് കളിക്കാനും തുടങ്ങി. വളരെ ആവേശകരമായ ഒന്നാമത്തെ കളിയിൽ ഫസ്റ്റ് നമുക്കാണ് ബാറ്റിംഗ്. ഗോവിന്ദേട്ടയുടെ ഓരോരുത്തരെ എറിഞ്ഞു കൊല്ലാനുള്ള ശ്രമത്തിലാണ്. ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടാത്തതിന്റെ സങ്കടമാണെന്ന് തോന്നുന്നു. അജീഷ് ചേട്ടനും കിരൺ ചേട്ടനും കറക്റ്റ് സമയത്തിന് തന്നെ എത്തി. ഇപ്പൊ അവരുടെ ബാറ്റിംഗും നമ്മുടെ ബോളിംഗും ആണ്. ആ കളി എന്തായാലും അവര് തോറ്റു. ഈ ടീം വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ കളിയും കളിച്ചു. എന്റെ ജിമ്മിന്റെ ഓണ സെലിബ്രേഷൻ വ്ളോഗിൽ പോളണ്ടിൽ നിന്ന് വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ നാട്ടിലെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കളി തോറ്റതോടെ തന്നെ രണ്ടാമത്തെ കളി അവര് എന്നെ തോറ്റു. ഒന്ന് പോളണ്ടിൽ പോയെന്നും പറഞ്ഞ് തന്റെ ബാറ്റിംഗ് കഴിവുകളൊന്നും മറന്നിട്ടില്ല. മൂന്നാമത്തെ കളിയിലാണ് ഞാൻ ബാറ്റിംഗിന് ഇറങ്ങിയത്. അതോടെ മൂന്നാമത്തെ കളി നമ്മുടെ ടീം തോറ്റു. ഞാനാണ് 4ാമത്തെ കളിയിൽ ഫസ്റ്റ് ഓവർ ബോൾ ചെയ്തത്. ഞാൻ വിക്കറ്റ് ഒക്കെ എടുത്തെങ്കിലും 4ാമത്തെ കളി എന്റെ ഐശ്വര്യം കാരണം തോറ്റു. 5ാമത്തെ കളിയിൽ ഓപ്പണിംഗ് ഇറങ്ങി 1-2 സിക്സ് കടിച്ചൊന്ന് ഫോമായി വന്നതാണ്. അപ്പോഴേക്കും എന്നെ ഔട്ടാക്കി ഉള്ള ഫ്ലോയും കൂടെ കളഞ്ഞു. എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ച സാറാണ്, പക്ഷെ ഡക്കായാണ് ഇതാ തിരിച്ചു വരുന്നത്. 5ാമത്തെ കളിയാണെങ്കിൽ ലാസ്റ്റ് കളിയാണ്. അതുകൊണ്ട് നമുക്ക് ശേഷം ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ കളിച്ചു. അവർക്ക് ബാറ്റിംഗ് വന്നപ്പോൾ നമ്മുടെ നന്ദുചേട്ടൻ കിടന്നൊക്കെ അടിച്ച് മാക്സിമം നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ 5ാമത്തെ കളിയായ ലാസ്റ്റ് കളി നമ്മൾ വിജയിച്ചു. അവര് നല്ല രീതിയിൽ തന്നെ കളിച്ചു. കംബാക്കിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും 3-2 നമ്മൾ തന്നെ വിജയിച്ചു. അപ്പൊ ഓക്കെ, ബൈ.